ഹായ് കൂട്ടുകാരെ, സിന്ധുസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു പാചകമല്ല ഞാൻ വന്നേക്കുന്നത്. നമുക്കിന്ന് ഒരു ജ്യൂസ് ഉണ്ടാക്കാം. ഇത് മുസമ്പിയാണേ. ഞാൻ ഈ മുസമ്പി ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം എന്റെ രീതിയില്. നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതേ ഒരു ലെമൺ ഉണ്ട്, ഇതിന്റെ ഒരു പകുതി എടുക്കണേ. പിന്നെ ഒരു 3 മുസമ്പിയും കൂടെ എടുക്കാം. ഓക്കെ, 3 മുസമ്പി. ഞാൻ ഇതിന്റെ തൊലി ഇട്ടില്ല, പൊളിക്കാൻ പാടായോണ്ട് ചെത്തി എടുക്കുവാണേ കൂട്ടുകാരെ. ഞാൻ ഇതിന്റെ തൊലി ഉണ്ടല്ലോ, ഇത് പൊളിക്കാൻ പാടില്ല, അന്നേരം ഇങ്ങനെ ചെത്തി എടുത്താൽ മതി. ഇതേന്ന് ഞാൻ ചെത്തിക്കൊണ്ട് വരാം കൂട്ടുകാരെ. മുസമ്പി ഞാൻ തൊലി കളഞ്ഞ് ചെത്തി കഷ്ണങ്ങളാക്കി കൊടുത്തിട്ടുണ്ടേ. കുരു എല്ലാം എടുത്ത് മാറ്റിയതാണ്. ഞാൻ ഒരു ചെറിയ ഒരു നാരങ്ങായി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തിട്ട് മിക്സിയുടെ ജാറിലിടാം. കൂട്ടുകാരെ, ഈ മുസമ്പിക്കുണ്ടല്ലോ നല്ല മധുരമുള്ളതാണേ. എന്നിട്ട് നമുക്ക് അതിനൊരു കുറച്ച് പഞ്ചസാര ഇടാം. അത് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വേണേ. ഇത് ഞാനൊരു 3 സ്പൂൺ ഇടുവാണേ. ഇച്ചിരി ഇട്ടു. ഈ മുസമ്പി നമുക്കൊന്ന് അടിച്ചെടുത്തോണ്ട് വന്നാലോ. നമുക്ക് കുറച്ച് ഐസ് കട്ടയും ഇടാം. അത് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാവേ. നല്ലോണം അടിച്ചോണ്ട് വരാവേ കൂട്ടുകാരെ. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ജ്യൂസാണേ. എല്ലാരും കുടിച്ചു നോക്കണം കേട്ടോ. ഇഞ്ചിയൊക്കെ ഇട്ടേക്കുന്നുണ്ട്, പിള്ളേർക്കൊക്കെ നല്ലതാണ്. വൈറ്റമിനൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. കടയിൽ നിന്നൊക്കെ മേടിച്ചു കൊടുത്താൽ ഭയങ്കര നല്ലതായിട്ടുള്ള ജ്യൂസ് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ നല്ലത് കിട്ടുന്ന കടകളും ഉണ്ട് കേട്ടോ. പിന്നെ ഈ കുപ്പിയിലൊക്കെ ഉള്ള ജ്യൂസുകൾ വാങ്ങി കൊടുക്കാതിരിക്കുക കഴിവതും. നമുക്ക് ഇപ്പൊ ഈ ചൂടല്ലേ, ചൂടുള്ളപ്പോൾ ഇങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുമക്കൊക്കെ കൊടുക്കുക. വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ.